എൻ്റേത് നല്ലതും നിങ്ങളുടേത് മോശവും എന്തെങ്ങനെയാണ് പറയുക? യേശുക്രിസ്തു അങ്ങനെ പറയുമോ? യേശുക്രിസ്തു ആണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക? ചേർത്ത് പിടിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എന്താണ് യേശുവിൻ്റെ സന്ദേശം? എന്താണ് ഇവർ ബൈബിൾ വായിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒന്നും വേണ്ട, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളോട് ഒന്ന് ചോദിച്ചാൽ മതി. അവരുടെ ശിരോവസ്ത്രത്തിന് അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം, അവരെ ആൾക്കൂട്ടം ഏത് രീതിയിലാണ് അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? സ്ത്രീയും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘം വന്ന 2 കന്യാസ്ത്രീകൾ അവിടുന്ന് പകച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അവർ ഏത് മാതിരി ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു. അവർക്ക് ജയിലിൽ എന്താണ് അനുഭവിക്കേണ്ടി വന്നത്? ഏത് പള്ളികളുമായി ബന്ധപ്പെട്ടും കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടും ലോഹയിട്ട അച്ഛന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരൊക്കെ എന്താണ് വടക്കേന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതറിയാത്തതല്ലോ. ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം മാറുന്നത്? എങ്ങനെയാണ് ആ ചിരി വരുന്നത്? അപ്പോൾ ന്യൂനപക്ഷങ്ങൾ എല്ലാ തരത്തിലും ഈ തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷം ഈ രാജ്യത്ത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയായിട്ടല്ലാതെ ഇതിനെ കാണാൻ പറ്റില്ല. കേരളത്തിൽ ഇത് നടന്നു എന്നുള്ളത് ഏറ്റവും നാണക്കേടുള്ള കാര്യമാണ്. ആ കുട്ടി നാളെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു സ്കൂളിലേക്ക് ആ കുട്ടിയെ ക്ഷണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു മനോഹരമായ സ്വപ്നം. അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു നല്ല സന്ദേശമായിരിക്കും. അങ്ങനെ നിലപാടെടുക്കുന്ന ഒരുപാട് പിതാക്കന്മാരെയും ബിഷപ്പുമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ. അങ്ങനെ ഒരു സ്കൂളിലേക്ക് ആ കുട്ടിയെ ക്ഷണിക്കുമോ? അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.